കേസ് നിങ്ങൾ ആരാണിത്? അവരെന്ന് പറഞ്ഞാല് പൂനൂരുള്ളതാണ്. ഇവിടെ കല്യാണം കഴിക്കൊണ്ട് വന്ന പൂനൂരുകാരാണ്. ഇവിടെ എന്റെ സുഹൃത്തിന്റെ ഭാര്യയും കൂടിയാണ്. അപ്പോ അവര് ഇവിടെ കല്യാണം കഴിക്കൊണ്ട് വന്ന അവരിങ്ങനെ പല ഇതുകൊണ്ട് അവര് കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സുലീമന്റെ സുഹൃത്താ, എന്റെ അയൽവാസിയാ, ഞാൻ ഒരുമിച്ച് പഠിച്ച ആളാ. ദുബൈ അങ്ങനെ ഇല്ലല്ല. സലീമായിട്ട് ഭയങ്കര ഓനിപ്പോ അടുത്ത് വന്നു പോയത്. അവള് ഒരു ആത്മഹത്യ കുറിപ്പൊക്കെ ഇല്ലേനോ ഫേസ്ബുക്കില്, ആ സമയത്തൊക്കെ വന്നായിരുന്നു. ഇപ്പൊ വന്നു പോയതാ. ഭയങ്കര അവര് എളാപ്പാന്റെ ഒരു മോനുണ്ടാവുക. എളാപ്പ് കല്യാണം കഴിച്ച് വേറൊരു കാസ്റ്റിലെപ്പെട്ട ആള്. അവരെ കല്യാണം കഴിച്ചൊരു ചെറിയനാണ് ഇപ്പൊ കൂടെ ഉള്ളത്. അവന്റെ അമ്മ അവിടെ വരുന്ന കാണാം ഇടക്കിടക്ക്. അത് ഓനൊരു പാവാ. അത് നമ്മള് ആദ്യം അങ്ങനെ ആയിപ്പോയോളൂ. ഒരു നാട്ടിലും പറ്റിയ ഇതൊന്നുമില്ല. ഒരു ഉണ്ടാവും. അത് എളാപ്പാന്റെ മോൻ തന്നെയാണ് സംഭവം. ഒരമ്മ അവിടെ വരുത്തുണ്ട്. ഇവന്റെ അമ്മ അവിടെ വരുത്തുണ്ട്. എളാപ്പ് വരുത്ത് കാണുന്നില്ല. ഇവന്റെ അമ്മ അധികം അവിടെ ഉണ്ടാകുന്നുണ്ട്. അവിടെ ഉത്സവം നടത്തുന്ന സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടുത്തെ ജോലിക്ക് പോകും. ബസ്സിലാണ്. രാത്രി അവിടെ തന്നെ അവിടെ ഉണ്ടാവും. ഈ സലീമുള്ള സമയത്ത് പോകാനുണ്ട്. സലീമുള്ള സമയത്ത് കാണാറുണ്ടാവില്ല. അങ്ങനത്തെ ഒരാളാണ് ഹെൽത്ത് എന്തോ കണക്ഷൻ ഉണ്ട്. ഓന് ഇവര് ഇടതുപക്ഷക്കാരാ. ഇടതുപക്ഷത്തിന്റെ ആൾക്കാരുണ്ടോ? പിന്നെ അങ്ങനെ പോവാ. ഇത് അതൊക്കെ ഉണ്ട് തോന്നുന്നു. പിന്നെ നമ്മള് എന്ന് പറഞ്ഞാല് എന്റെ വീടിന്റെ ഞാൻ നേരെ അടുത്തായിരുന്നു വീട്. ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മളെ അനിയന്റെ വീട് എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ തീരെ കച്ച മറവാ. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നതും കൂടെ നമ്മൾ കാണല്ലോ. മറ്റാളെ വണ്ടി വരുന്നതൊക്കെ നമുക്ക് കാണാം. ഇടക്കിടക്ക് ഷൂട്ട് കാണുന്ന വീട് എന്റേത്. അതിന്റെ ബേക്കിലുണ്ട്. അവിടെ ഷൂട്ട് ചെയ്യുന്ന വീടുണ്ടല്ലോ, മറ്റേ പാട്ടും കുത്തും ഒക്കെ ആയിട്ട്. അത് വരുന്ന എന്റെ വീടാ, അനിയന്റെ വീടാ കാണും. അപ്പൊ ആ വീട് മറവുള്ള എനിക്ക് നമുക്കൊന്നും അറിയില്ലേ. നമ്മളിപ്പോ ഇടപെടലും ഇല്ല. ഇപ്പോ നാട്ടില് വലിയ കുഴപ്പമൊന്നുമില്ല. നാട്ടിൽ അങ്ങനെയല്ല. നാട്ടിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുക അങ്ങനത്തെ ഒന്നുമില്ല. പുറമേ ഭയങ്കര പ്രശ്നം നടക്കുന്നുണ്ട്. ഒരുപാട് കേസുകൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അന്നേരം സലീം ഇവിടെ ഉണ്ടായിരുന്നു. സലീം ഉണ്ടാകുമ്പോ അവനോട് പറയാ. സലീമിന്റെ ഇല്ല, എനിക്കില്ല കോണ്ടാക്ട്. എന്നെ ആദ്യമൊക്കെ ഞാൻ കോണ്ടാക്ട് വാട്സപ്പ് ഒക്കെ ഉണ്ടായിരുന്നപ്പോ ആ നമ്പറൊന്നും ഇല്ല. ആ നമ്പറൊക്കെ മാറിയല്ലോ. നമ്മളെ ആൾക്കാരായിട്ട് കണക്ഷൻ ആരും ഇല്ല. എന്റെ കുടുംബക്കാരായിട്ടൊന്നും വലിയ കണക്ഷൻ ഇല്ല. വന്നാലൊന്നും പോകുന്നല്ലാണ്. നമ്പറും കാര്യങ്ങളൊക്കെ ഇല്ല. ചേട്ടൻ കല്യാണം വെച്ചാൽ മലപ്പുറം ഡിസ്ട്രിക്റ്റിന്റെ അടിയാണ്. അവര് നൂർജഹാൻ അത് ആണെന്ന് തോന്നുന്നു. സലീമിന്റെ ഉമ്മയും പാപ്പയൊക്കെ മരിച്ചു പോയതാ. പിന്നെ ഏട്ടൻ അനിയന്മാരല്ലോ. അവരൊക്കെ വലിയ കണക്ഷനൊന്നുമില്ല. ഓരോയിട്ട് അങ്ങനൊന്നുമില്ല. അത്യാവശ്യം പോകുന്നല്ലാണ്ട് ഇവിടെ നല്ല പോക്കില്ല. ഓണിങ്ങനെ പോകാന്നല്ലാതെ ഇല്ലേ. അവർ കോണ്ടാക്ട് ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ ഒഴിവാക്കിയതാ. പിന്നെ നാട്ടിൽ വന്നാൽ തന്നെ എന്റെ അടുത്തേക്ക് വരുത്തില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞു അങ്ങനെ പറയുമ്പോഴത്തേക്ക് അവന് അപ്പഴത്തേക്ക് വേറെ ആരെയും കയറി വരും. സ്റ്റോപ്പായിട്ട് കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോ മൂപ്പർക്ക് അതിൽ അങ്ങ് ലയിച്ചു പോയി. കുട്ടികളൊക്കെ മദർസിലൊക്കെ ചേർന്നതിന് ഞാൻ ആ കൊണ്ടാക്കി ചേർത്തിയൊക്കെ നന്നായിക്കോട്ടെ. മദർസൊന്നുമില്ല. ഇല്ലല്ല. പള്ളിയിലെ ആൾക്കാര് പള്ളി ഇല്ല. കോണ്ടാക്ട് കുറവാ. മഹല്ല് വേറെയാണ്. ഞാൻ വേറെ മാറ്റും, അവര് വേറെ മാറ്റും. ഇല്ല അവർക്കൊന്നും ഇല്ല. എന്നുവെച്ചാൽ അത്ര കോണ്ടാക്ട് ഇല്ലാത്തതിനെ കൊണ്ടാണ്. കോട്ടയില്ലാത്ത അവിടെ അന്വേഷിച്ച ചിലവുണ്ട്. അവിടെ തന്നെ നാട്ടുകാരായിട്ട് കണക്ഷൻ ഇല്ല. ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി അന്വേഷിച്ച ഓളെ നാട് കൂടി. ഓന്റെ നാട് കുറവനാടാ. പിന്നെ ഒരു 10-30 കിലോമീറ്റർ ഉണ്ട്. അല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് കൊയിലാണ്ടിന്ന്. കോഴിക്കോട് വേറെ റൂട്ട്. ഞാൻ കൊയിലാണ്ടിയാണ്. കുറവനാട് കൊയിലാണ്ടി. ഒരു മഹല്ലല്ല. ആ മഹല്ലല്ല, വേറെ മഹല്ല. വരാതൊന്നുമല്ല. മഹല്ല് ഇതല്ല. എന്റെ വീടിന്റെ അടുത്ത് നിന്നല്ലോ. ഒരു മഹല്ല് വേറെയാ. അതിന്റെ വ്യത്യാസം അപ്പുറം. പിന്നെ നമ്മളെ എന്താ കമ്പനിക്ക് ഒരുപാട് പരിപാടി ചേർത്താൻ കൊണ്ട് നമ്മള് വലിയ മൈക്ക് കൊടുക്കല്ലേ. നമ്മുടെ മെമ്പർ അല്ലെങ്കിലും പിന്നെ കൂടുതൽ ആ സമയത്തൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഇങ്ങനെ പറഞ്ഞു അതും പറയുന്നു.
അതൊക്കെ പറഞ്ഞാൽ ഏത് മതത്തിനെ പറ്റി പറഞ്ഞാലും അതൊരു വേറൊരു രീതിയല്ലേ വരിക.